ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് റമദാൻ 16 അപ്പോൾ ഇതിൻ്റെ വക ഒരു ഡിഷാണ് വിചാരിച്ചു. അങ്ങനെ മസാല ബോണ്ട. അപ്പോൾ ഫസ്റ്റ് തന്നെ ഉരുളക്കിഴങ്ങ് നല്ലതായിട്ട് തോല് കളഞ്ഞിട്ട് കഴുകിയിട്ട് നമ്മൾ കഷ്ണം ആക്കിയിട്ട് കുക്കറിലിട്ട്, പിന്നെ ഉള്ളി അതെനിക്ക് അറിയാൻ പറ്റില്ല, അരിഞ്ഞാൽ കണ്ണ് ഒഴുകും. അപ്പോൾ അമ്മ ഫ്രിഡ്ജിൽ നിന്ന് പോയിട്ട് കൂട്ടത്തിൽ ഏറ്റവും ചെറിയ തക്കാളി എടുത്ത് തന്നാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ തക്കാളി എടുത്തിട്ട് അതിൻ്റെ പകുതി നമ്മൾ കഷ്ണമാക്കി കുക്കറിലേക്ക് അരിഞ്ഞിടുന്നു. ഉള്ളി എവിടുന്നേലും അരിയണ കണ്ടാൽ എൻ്റെ കണ്ണിൽ വെള്ളം വരുന്ന ഞാനാണ്. തുറന്ന വെച്ചാലർക്കും കണ്ണിൽ നിറഞ്ഞു ഒഴുകും. അപ്പോൾ നമ്മൾ ഉള്ളിയുടെ ഭാഗത്തേക്കേ പോയിട്ടില്ല. നമ്മളിതാ തക്കാളിയും ഉരുളക്കിഴങ്ങും ഇതൊക്കെ അതിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നു. അപ്പോൾ നമ്മളിതാ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, എനിക്ക് എന്തെല്ലാത്തൊരു പ്രൗഡ്, ആദ്യമായിട്ടല്ലേ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൽ മീറ്റ് മസാലപ്പൊടി ഇടണം കേട്ടോ, ഞങ്ങൾ ആദ്യം ഇടാൻ മറന്നതാണ്. അതിന് ശേഷം നമ്മൾ ഇട്ടിട്ട് ഇതാ ഞാൻ ഇടുന്നതുണ്ട്. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മിക്സാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഉരുളക്കിഴങ്ങ് മറക്കാണ്, ഉരുളക്കിഴങ്ങ് നല്ല കുത്തികൾ എടുക്കണം, നല്ല മസാല ആക്കി എടുക്കണം. പിന്നെ അതിൽ നിന്ന് കുറച്ച് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും നമ്മൾ വേവിക്കാൻ വയ്ക്കുക. അപ്പോൾ ആ വെള്ളം നമ്മളൊരു പാത്രത്തേക്ക് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളതിനെ നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സാക്കി അത് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ച് കൊടുക്കണം. ഞാനായിട്ട് ഉടക്കാൻ നല്ല ഉടച്ച് അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നന്നായിട്ട് ഉടച്ചതിന് ശേഷം പിന്നെ ഇതാ നന്നായിട്ട് ഉണ്ടോ, അതിലേക്ക് ഒരു പൊടി നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനതിലേക്ക് എൻ്റെതായൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടുണ്ട്. ഒരു തുണ്ട് മല്ലിപ്പൊടിയും പിന്നെ നമ്മൾ എന്താണ് കാശ്മീരിയും കൂടി ചേർത്തിട്ട് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഉണ്ടോ, കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടോ, ഇമ്മ അറിഞ്ഞിട്ടില്ല, അമ്മയോട് പറയാതെ ചെയ്താണ്. ഇതൊക്കെ ഇമ്മ ഇങ്ങനെ പറഞ്ഞത് ഞാനിങ്ങനെ ചെയ്യാം. ഇതിലേക്ക് നമ്മൾ വേറൊരു ബൗൾ എടുത്തതിന് ശേഷം നമ്മൾ കടലമാവ് അത്യാവശ്യം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് മൈദ ഇടണം. മൈദയും അത്യാവശ്യത്തിന് നിങ്ങൾക്ക് എത്ര വേണ്ട മാവ് അതിനനുസരിച്ച് ഇട്ടാൽ മതി. ഓക്കെ, ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഉണ്ടോ, അതും നമുക്ക് എത്ര വേണ്ട അത്ര ഇട്ടാൽ മതി. എനിക്കതിൻ്റെ അളവൊന്നറിയില്ല. ഈ ബാറ്റർ ഉണ്ടാക്കുന്നത് ഇമ്മയാണ്. ബാറ്റർ ഉണ്ടാക്കാൻ സമ്മതിക്കണില്ല, കൊളായാലോ വെച്ചിട്ടേ എൻ്റെ കയ്യിലല്ലേ തന്നെ. ഇതിലേക്ക് നമ്മൾ അപ്പസോഡ ഇട്ടിക്കണം. അതിൻ്റെ ഡപ്പ് കാണിച്ചതാണ്. ഇത് ക്യൂട്ട് ഡപ്പ് നോക്കൂ നിങ്ങൾ. അതിലേക്ക് നമ്മൾ ഉപ്പിടണം കേട്ടോ. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവാൻ വെച്ചാൽ ഉപ്പിടണം. ഞങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നിനക്ക് തന്നെ ഉണ്ടാക്കുക. ഞാൻ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. തട്ടി പിടിച്ച് വാങ്ങിയതാണ് മിക്സ് ചെയ്യണം. അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കണം. അതൊക്കെ നിങ്ങൾക്ക് അറിയണമല്ലേ, എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഗൈസ് അത് നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇത് ഞാൻ വെറുതെ വീഡിയോയിൽ കാണാൻ വേണ്ടി ഞാൻ മിക്സ് കേട്ടോ. പിന്നെ ഉമ്മേൻ്റെ അടുത്ത് വാങ്ങിയിട്ട് ഉമ്മ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റെഡി ആക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ബാറ്റർ അവിടെ മസാല അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ബാറ്റർ റെഡിയായി കേട്ടോ, നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ മസാല ഉരുളാക്കിയെടുക്കണം. ഓക്കെ, ഞാനാണ് ഇതൊക്കെ ആക്കിയിട്ട് എൻ്റെ തെളിവേങ്ങൾ കാണിച്ചു തരാടെ. നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് പേടിയാണ് എണ്ണ അടുത്തൊക്കെ പോകാൻ. വയ്യ, പൊട്ടിത്തെറിച്ചാലോ പണി കിട്ടും. നമ്മളെ ബോണ്ട ഇവിടെ ഉരുളർട്ടിയത് ഇവിടെ സെറ്റായിട്ടുണ്ട്. ചെറിയ ബോണ്ടായിട്ട് ഉണ്ടാക്കിയേക്കണേ. അപ്പം ഗൈസ് ഇതാ കണ്ടോ, ഒരു ബോണ്ടയിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതമ്മ ഇതൊന്നും എനിക്കിടാൻ പേടിയാട്ടോ. ഇതിനൊക്കെ നമ്മളൊന്നുകൂടി വളരണം. ഇത് നമ്മുടെ വട ചൂടുണ്ട് ഗൈസ്, ഉണ്ടോ, സെറ്റാണ്. അതിൽ നമ്മൾ ഇതാക്കിയപ്പോൾ ചെറുതും പൊഴിച്ചപ്പോൾ വലുതും. സാഹസികമായി മുരിങ്ങടല പൊടിച്ചിടുന്നുണ്ട്. ഇനി അത് നമുക്ക് മാവിലിട്ട് പൊരിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ നോമ്പായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് പോണ്ട. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.